സച്ചി പറയാണ് രേവതി നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാന്ന് പറയുമ്പോ രേവതി പറയണം അപ്പൊ അച്ഛൻ എന്താ ചെയ്യാന്ന് ചോദിക്കും. അച്ഛന് നമുക്ക് വരുമ്പോ മേടിക്കാം, അച്ഛൻ ഞങ്ങൾ എന്തായാലും പുറത്ത് കഴിക്കാൻ പോകണം, അച്ഛനുള്ളത് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് കാർ എടുത്തിട്ട് പോകണം. പോണ വഴിക്ക് രേവതി പറയുന്നുണ്ട് എന്തിനാണ് സച്ചേട്ടാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണത്, സുധീനെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നില്ല, സുധി ഒരു പാവല്ലേ എന്നൊക്കെ പറയുമ്പോ അവള് പാവൊന്നുമില്ല, അവളും അവനെ പോലെ ഭൂലോക ഫ്രോഡാണെന്നൊക്കെ പറയുമ്പോ ഫ്രോഡാണെന്ന് തോന്നില്ല, കുറച്ച് സംസാരം കൂടുതലുണ്ടെന്നുള്ളൂ, പക്ഷെ സുധി ആളത്ര കാര്യമൊന്നുമല്ലാന്ന് രേവതി പറഞ്ഞ് ഇങ്ങനെ അവര് സംസാരിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ സുധിയുടെ അമ്മയും ആദ്യം കൂടിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ആദ്യം ഓരോന്നൊക്കെ ഇങ്ങനെ അമ്മ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വരുമ്പോ പെട്ടെന്ന് ആദ്യത്തെ മുത്തശ്ശിയുടെ തല കറങ്ങി വീഴാണ്. അപ്പൊ എന്താ മുത്തശ്ശി മുത്തശ്ശി എന്ന് പറയുമ്പോ ഒന്നുമില്ല, ബോധം കിട്ടും, പുള്ളിക്കാരി ബോധം കിട്ടും. അപ്പൊ അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ എണീക്കുന്നില്ല. അപ്പോഴാണ് രേവതിയും സച്ചിനെ ഈ ആൾക്കൂട്ടം കാണുന്നത്. അപ്പൊ അവിടെ വണ്ടി നിർത്തിയിട്ട് വരുമ്പോ ആദ്യം മുത്തശ്ശിയാന്ന് അറിയും. അങ്ങനെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും, പക്ഷെ എണീക്കുന്നില്ല. അങ്ങനെ ഇവരെ പിടിച്ചിട്ട് മുത്തശ്ശിനെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് നോക്കുമ്പോ ഡോക്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാണ് ഷുഗർ ഭയങ്കരമായിട്ട് ലോ ആയി, അതുകൊണ്ടാണ് ചിലപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം തരാം, ചിലപ്പോ കോമയിലേക്ക് വരെ പോയേക്കാം, എന്തായാലും നിങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാണ്. അങ്ങനെ രേവതിക്കും സച്ചിക്കും ആകെ ഒരു പരിഭ്രാന്തി ആവുകയാണ്. അപ്പൊ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആരെ വീട്ടിലേക്കാ പോയത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കും. പക്ഷെ കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ, കുട്ടി പഴയ കാര്യം ഓർക്കാണ്, അമ്മ ഇങ്ങനെ പറഞ്ഞ കാര്യവും പ്രഷറാക്കിയ കാര്യമൊക്കെ, കുട്ടി ഒന്നും പറയുന്നില്ല. അപ്പൊ രേവതി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ചോദിക്കണ്ട വിട്ടേക്ക്, അവൻ കുട്ടിയല്ല, അവനൊന്നും അറിയില്ല, ഇനി ആ ബാഗിൽ ഫോൺ ഉണ്ടോ നോക്കുന്നു പറയാണ്. അങ്ങനെ ബാഗിൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാഗിൽ ഫോൺ പൊട്ടി പൊളിഞ്ഞു പോയിരിക്കാണ്. മോനെ ഈ ഫോൺ എങ്ങനെ പൊട്ടിയെന്ന് നോക്കുമ്പോൾ പറയാണ് അത് മുത്തശ്ശി കിണറ്റില് വെള്ളം കോരുന്ന സമയത്ത് കല്ലിൽ വീണ് പൊട്ടിയതാന്ന് പറഞ്ഞിട്ട് അത് ഇതാവുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു വഴി അടഞ്ഞു. അപ്പൊ ആകെ മൊത്തം ആകെ ടെൻഷനായിട്ടിരിക്കണം. അപ്പൊ എന്തായാലും വീട്ടിൽ വരാം, ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രേവതി പറഞ്ഞു അപ്പൊ കുട്ടി ആദ്യം കൊണ്ടുപോവാം, പോയിട്ട് നമുക്ക് വരാം, അപ്പോഴേക്കും എന്തായാലും നോക്കാലോ, ബോധം വരുമല്ലോ, എന്തായാലും അന്വേഷിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അവര് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ അതിനെ കൊണ്ടുപോകണം. പോയിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് ചന്ദ്രമതി എന്താ ഒരു വേതാളം തോളത്തിട്ടിട്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ് കേട്ടോ. അപ്പൊ സച്ചി പൊട്ടിത്തെറിക്കുന്നു, വേതാളോ, ഒരു മനുഷ്യമ്മത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേതാളമായിട്ടാണ് കാണുന്നത്, ഈ കുട്ടീനെ കാണുമ്പോൾ നിങ്ങൾക്ക് വേതാളമായിട്ടാണ് തോന്നുന്നുണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ വാതിലൊക്കെ തുറന്നു വരുമ്പോ കാണുന്നത് ഈ ആദിയുടെ മുഖമാണ്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാണ്. അപ്പോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നേരൊക്കെ ഒന്ന് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.